ഒരു ചെറിയ കഷ്ണം കാബേജിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 3 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കാബേജിനകത്തേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കൂടുതൽ കാബേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിയുടെയും പച്ചമുളകും എല്ലാം അളവ് കൂട്ടിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. മഞ്ഞളും തേങ്ങയും ഉപ്പും എല്ലാം കാബേജിൻ്റെ എല്ലാ ഭാഗങ്ങളിലും യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായി ഇത് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ കാബേജ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് 2 കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാബേജിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കി നന്നായി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ കാബേജ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നില്ല. കാരണം ആ സമയത്ത് ആ വെള്ളം ഇറങ്ങി കാബേജ് ഒന്ന് കുഴഞ്ഞു പോകുന്ന പരുവത്തിലാവും. എനിക്ക് ഇങ്ങനെ ചിക്കിയെടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇതിനാണ് ടേസ്റ്റും കൂടുതൽ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയമെടുത്ത് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഓണത്തിന് വേണ്ട ഡിഷസ് എല്ലാം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കി എല്ലാ ഓണ വിഭവങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാബേജ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ കാബേജ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ലൊരു കാബേജ് തോരനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.